PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുമെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പ്രഖ്യാപനത്തിൽ വിയോജിപ്പുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തിയതോടെ സംസ്ഥാന സർക്കാർ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ്. അധികാരത്തിലെത്തി സർക്കാർ നിലപാട് മാറ്റിയതോടെ മന്ത്രി KM ഷാജിയും പറഞ്ഞ പഴയ വാക്കുകൾക്ക് ന്യായീകരണം പരതുകയാണ്. വ്യക്തിപരമായി പദ്ധതിയോട് യോജിപ്പില്ലെന്നും പദ്ധതി നടപ്പാക്കുമെന്നത് സർക്കാരിന്റെ തീരുമാനമാണെന്നുമാണ് മന്ത്രി KM ഷാജിയുടെ നിലപാട്. RSPയും പദ്ധതിയിൽ തുടരാനുള്ള സർക്കാർ തീരുമാനത്തോടുള്ള വിയോജിപ്പ് പരസ്യമാക്കി. PM ശ്രീ സംഘപരിവാറിന്റെ കുഞ്ഞാണെന്നും ഭരണം കിട്ടുമ്പോൾ ഒരു നിലപാടും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു നിലപാടും സ്വീകരിക്കില്ലെന്നും KSUവും വ്യക്തമാക്കി. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള UDF തീരുമാനത്തെ പിണറായി വിജയൻ അതിരൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത്. PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ UDF BJPക്ക് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങിയെന്നും പിണറായി വിജയൻ ആരോപിച്ചു. PM ശ്രീ നടപ്പാക്കില്ലെന്ന പ്രസ്താവനകളിൽ നിന്ന് മലക്കം മറിയുകയാണോ UDF നേതാക്കൾ? PM ശ്രീ നടപ്പാക്കുന്നതിൽ സർക്കാർ വെട്ടിലായതോടെ ആക്രമണം കടുപ്പിക്കുകയാണോ പ്രതിപക്ഷം? കാണാം RD എക്സ്ട്രാക്ട്. UDF അധികാരത്തിലെത്തിയാൽ PM ശ്രീ കരാർ അറബിക്കടലിൽ തള്ളുമെന്ന മുൻ പരാമർശത്തിൽ നിന്നാണ് മന്ത്രി KM ഷാജി മലക്കം മറിഞ്ഞത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയാക്കേണ്ടതില്ലെന്നും ഒരു മാസം കൊണ്ടെടുക്കാൻ കഴിയുന്ന തീരുമാനമല്ല PM ശ്രീയിലേതെന്നും KM ഷാജി പറഞ്ഞു. പ്രസംഗത്തിൽ അങ്ങനെ പല പ്രയോഗവും ഉണ്ടാകും എന്നുവെച്ച് ഒരു കരാറിൽ നിന്ന് വൈരാഗ്യ ബുദ്ധി കൊണ്ട് ഇറങ്ങിപ്പോരാനാകില്ല. ഇങ്ങനെ പോകുന്നു മന്ത്രിയുടെ ന്യായീകരണം. KM ഷാജിയെ കടന്നാക്രമിച്ചായിരുന്നു ഇടത് നേതാക്കളുടെ പ്രതികരണങ്ങൾ. ഞങ്ങൾ അറബിക്കടലിൽ ഇപ്പോൾ വല വീശി എറിഞ്ഞിട്ട് ഒരു തുമ്പ് പോലും കിട്ടിയില്ലെന്നായിരുന്നു മുതിർന്ന CPIM നേതാവ് AK ബാലന്റെ പരിഹാസം. അറബിക്കടൽ വറ്റിപ്പോയോ എന്ന് AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ ചോദ്യം. എന്നാൽ PM ശ്രീയുമായി സഹകരിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ NK പ്രേമചന്ദ്രൻ MP അതൃപ്തി മറച്ചുവെച്ചില്ല. UDFന്റെ വാഗ്ദാനങ്ങളെല്ലാം വോട്ട് തട്ടാനുള്ള തന്ത്രമായിരുന്നെന്ന് ജനം തിരിച്ചറിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമർശനം. PM ശ്രീയിൽ ചേരാനുള്ള തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ജമാഅത്തെ ഇസ്ലാമിയും സമസ്തയും ഉയർത്തുന്നത്. RD എക്സ്ട്രാക്ട്, ന്യൂസ് മലയാളം. വിഷയത്തിൽ ഒരുപാട് പ്രതികരണങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുൻ നിലപാടിൽ നിന്ന് മലക്കം മറിഞ്ഞായിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജിയുടെ പ്രതികരണം. പ്രസംഗങ്ങളിൽ പല പ്രയോഗങ്ങളും ഉണ്ടാകും, അത് വലിയ ചർച്ചയാക്കേണ്ട കാര്യമില്ലെന്നും KM ഷാജി പറഞ്ഞു. എന്നാൽ PM ശ്രീ എന്ന പദ്ധതി വലിച്ച് ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയുമെന്നായിരുന്നു KM ഷാജി മുൻപ് വേങ്ങരയിലെ യോഗത്തിൽ പ്രസംഗിച്ചത്. അതാദ്യം കേൾക്കാം. നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ, ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാര RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. ഒരു പ്രസംഗത്തിനകത്ത് അറബിക്കടലിൽ എറിഞ്ഞില്ല, അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരികയാണ്. അറബിക്കടലിൽ കൊണ്ടെടുക്കുക, പിന്നെ സർക്കാരിന് കരാർ എറിയാൻ പറ്റുമോ? അതൊക്കെ ടെക്നിക്കൽ. പ്രസംഗത്തിൽ അങ്ങനെ പ്രയോഗം ഉണ്ടോ? അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തെരുവിൽ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. KM ഷാജിയെ പരിഹസിച്ചായിരുന്നു ഇടതു നേതാക്കളുടെ വിമർശനം. കടലിൽ വലയിട്ട് നോക്കിയിട്ട് UDF വലിച്ചെറിഞ്ഞ PM ശ്രീ കിട്ടിയില്ലല്ലോ എന്നായിരുന്നു മുതിർന്ന CPIM നേതാവ് AK ബാലന്റെ പ്രതികരണം. അറബിക്കടൽ വറ്റിപ്പോയോ എന്ന AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോന്റെ പരിഹാസം. ഞങ്ങളിപ്പോൾ അറബിക്കടലിൽ ഇങ്ങനെ വല വീശിക്കൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു അംശം കിട്ടുമോന്ന്. ഇതുവരെ ഒന്നും കുടുങ്ങിയിട്ടില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നപ്പോൾ അറബിക്കടൽ വറ്റിപ്പോയൊരു സാഹചര്യമാണ്. അതുകൊണ്ടായിരിക്കും ഷാജി അദ്ദേഹത്തിന്റെ പഴയ നിലപാടിനെ അങ്ങ് ബോധപൂർവം മറന്നുപോയത്. PM ശ്രീയിൽ വലിയ വിവാദമുയർത്താൻ കോൺഗ്രസും ലീഗും ശ്രമിച്ചതെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് പറഞ്ഞു. പദ്ധതി നടപ്പാക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ UDF വ്യക്തമാക്കണം. പുതിയ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ നയപരമായി തീരുമാനിച്ചാൽ മാത്രമേ പദ്ധതി നടപ്പാകൂ എന്നും പിണറായി വിജയൻ പറഞ്ഞു. നിങ്ങൾ എന്തിന് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു? ആ കാര്യം മാത്രം നിങ്ങളങ്ങ് ആലോചിച്ചാൽ മതി. ഒപ്പിട്ടത് കൊണ്ട് മാത്രം ഈ പദ്ധതി മുന്നോട്ട് പോകില്ല. LDF ഇത് മരവിപ്പിച്ചതാണ്. ആ മരവിപ്പിച്ചതിന് ശേഷം ഒരു കാര്യവും നടന്നിട്ടില്ല. ഞങ്ങളിപ്പോൾ ഇതെല്ലാം നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് UDF മുന്നോട്ട് പോവുകയാണ്. അതെന്തടിസ്ഥാനത്തിലാണ് എന്താണ് ചോദിക്കേണ്ടത്? പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സർക്കാരിന് ഒരു തടസ്സവുമില്ലെന്ന മുൻ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഇന്നും ആവർത്തിച്ചു. PM ശ്രീയുടെ പേരിൽ ഒരു രൂപ പോലും LDF സർക്കാർ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയിട്ടില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു. വെച്ചിട്ടുള്ള എഗ്രിമെന്റിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി ഒരു തടസ്സവുമില്ല.
ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നിയമാനുസരണം കേരള സംസ്ഥാനത്തിന് നൽകേണ്ട കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് തരുന്നില്ലല്ലോ, അതിന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുന്നില്ലല്ലോ. അതിനേക്കാൾ വലുതാണോ ഈ PM-ശ്രീയിൽ ഉൾപ്പെടുന്നതിനെ സംബന്ധിച്ചിടത്തോളം? BJP-യുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഈ PM-ശ്രീ പദ്ധതിയും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും നടപ്പിലാക്കുന്നതിനുള്ള തീരുമാനം എടുക്കാം. അങ്ങനെ തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വഴിയാണ് ഇന്നിപ്പോൾ ക്യാബിനറ്റിൻ്റെ സബ് കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുന്നത്. PM-ശ്രീ പദ്ധതിയിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകണമെന്ന് SFI ആവശ്യപ്പെട്ടു. ആവർത്തിച്ച് നുണ പറയുന്ന തന്ത്രമാണ് മുഖ്യമന്ത്രിയുടേതെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ആരോപിച്ചു. വഞ്ചനാപരമായ നിലപാടെടുക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് എത്ര സമയം വേണമെങ്കിലും നുണ പറയാൻ കഴിയും എന്നുള്ളതാണ് കാണുന്നത്. വഞ്ചനാപരമായി കേരളത്തിലെ മനുഷ്യരെ പറ്റിക്കാൻ മുഖഭാവത്തിൽ ഒരു മാറ്റവുമില്ലാതെ നുണ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ്. ചീട്ടുകുട്ടാരം പോലെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഈ നുണ വ്യാപാരികളുടെ പ്രവർത്തനമാണ്. അതവർ ഇപ്പോഴും നിർബാധം തുടരുകയാണ്. അപ്പോൾ പറഞ്ഞു വെക്കാനുള്ളത് PM-ശ്രീ പിൻവലിക്കണം എന്നുള്ളതാണ് SFIക്ക് വേണ്ടി ആവശ്യപ്പെടാനുള്ളത്. PM-ശ്രീ ഈ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ഒന്നുമേ നൽകുന്നില്ല. സർക്കാർ PM-ശ്രീയുമായി മുന്നോട്ട് പോകുന്നതിലെ RSPയുടെ അതൃപ്തി NK പ്രേമചന്ദ്രൻ MP-യും മറച്ചുവെച്ചില്ല. പദ്ധതിയിൽ തുടരാനല്ല, പിൻവാങ്ങാനുള്ള സാങ്കേതിക സാധ്യതകളാണ് സർക്കാർ പരിശോധിക്കുന്നതെന്ന് NK പ്രേമചന്ദ്രനും പറഞ്ഞു. PM-ശ്രീ പദ്ധതിയോടുള്ള UDF-ന്റെ നയത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇത് ഗവൺമെൻറ് ഭരണപരമായിട്ടുള്ളൊരു കാര്യമായി മാറിത്തീർന്നിരിക്കുന്നു. ഒരു ഗവൺമെൻറ് ഒപ്പുവെച്ച കരാറ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തിന് ധനവിഹിതം ലഭിച്ചിട്ടുള്ള ഒരു സംരംഭം, അതിൽ നിന്ന് എങ്ങനെയാണ് അതിൽ നിന്ന് ഗെറ്റ് ഔട്ട് ചെയ്യാൻ, റെഗുൽ ഔട്ട് ചെയ്യാൻ കഴിയുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പരിശോധനയാണ് സത്യത്തിൽ ഗവൺമെൻറ് നടത്തുന്നത്. തീർച്ചയായും യുക്തിസഹമായിട്ടുള്ള നിലപാട്, എല്ലാ സാങ്കേതികമായിട്ടുള്ള സാധ്യതകളും പരിശോധിച്ചുകൊണ്ട് ഗവൺമെൻറ് കൈക്കൊള്ളും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. PM-ശ്രീ പദ്ധതിയിൽ UDF സർക്കാരിനെതിരെ ജമാഅത്തെ ഇസ്ലാമിയും രംഗത്തെത്തി. ജനങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ്. പദ്ധതി നടപ്പാക്കിയാൽ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുമെന്നും ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് നയീം ഗഫൂറും പറഞ്ഞു. PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു തുടർച്ച എന്നുള്ളത് അവരുടെ ന്യായീകരണമായിട്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് മനസ്സിലാക്കുന്നില്ല. ആ പദ്ധതിയിൽ നിന്ന് പിന്മാറണം സർക്കാർ എന്ന് തന്നെയാണ് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് നിലപാട്. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു, തിരിച്ച് ധാരണാപത്രം ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. ആ ധാരണാപത്രത്തെ റദ്ദ് ചെയ്യും എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടാണല്ലോ ഈ സർക്കാർ ജനകീയ കോടതിയിലേക്ക് പോയത്. എന്നാൽ KSUവിന്റെ അടക്കമുള്ള വിമർശനങ്ങളെ തള്ളുകയാണ് ആരോഗ്യമന്ത്രി K മുരളീധരൻ. PM-ശ്രീയിൽ ഒരു പിന്നോട്ട് പോക്കും ഉണ്ടാകില്ല. PM-ശ്രീയുമായി മുന്നോട്ട് പോകാൻ ക്യാബിനറ്റ് ഒറ്റക്കെട്ടായാണ് തീരുമാനമെടുത്തതെന്നും K മുരളീധരനും പറഞ്ഞു. ഒപ്പിട്ട ഒരു വിഷയത്തിൽ പുറകോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇത് ക്യാബിനറ്റ് തീരുമാനമാണ്. ഞാൻ ക്യാബിനറ്റിൽ അംഗമാണ്. ക്യാബിനറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. മണിക്കൂറുകൾ ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. ഒപ്പിട്ട സ്ഥിതിക്ക് ഇനി മുന്നോട്ട് പോകാതെ നിവർത്തിയില്ല. പക്ഷേ എല്ലാ കാര്യങ്ങളിലും സുതാര്യമായിട്ടുള്ള സമീപനം ഞങ്ങൾക്കുണ്ട്. ഇതിന്റെ വിശകലനത്തിനായി ദേവൻ MP-യാണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ദേവൻ, ഒരുപാട് പ്രതികരണങ്ങളും 2 ദിവസമായി ഇന്നലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട് സംസ്ഥാനം ഇതുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഇതിലങ്ങോട്ട് മുഴുവൻ ചർച്ചകളും പ്രതികരണങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതിൽ LDF-ൽ തന്നെ അതിൽ 2 തട്ടിലാണ്, UDF-ൽ തന്നെ അതിൽ ഒരു 2 തട്ടിലാണ് എന്നുള്ളത് ഇന്ന് KM ഷാജിയുടെ പ്രതികരണവും മറ്റൊന്ന് RSP നേതാവായ MK പ്രേമചന്ദ്രൻ MP-യുടെ പ്രതികരണവും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. എന്തായാലും ഇതിൽ ഇന്നലെ തന്നെയും വിശദമായി ഈ കാര്യത്തിൽ സംസാരിക്കുകയും ചെയ്തതാണ് RDX-ൽ. എപ്പോഴും ഈ വിഷയത്തിൽ ഇന്ന് KM ഷാജിയുടെ അവസ്ഥ കാണുമ്പോഴാണ് അദ്ദേഹം അങ്ങ് ഉത്തരത്തിനായി ഇതിനെ ന്യായീകരിക്കാനുള്ള പദങ്ങൾക്കായി അങ്ങ് പരതുകയായിരുന്നല്ലോ. അപ്പോഴും നമുക്കിപ്പോൾ പറയാൻ കഴിയുന്ന കാര്യം, ഇതിപ്പോൾ ട്രോളിംഗ് കാലമൊക്കെയാണ്. അപ്പോൾ ട്രോളിംഗ് കാലത്ത് സാധാരണഗതിയിൽ മത്സ്യബന്ധനം അങ്ങനെ നടത്താറില്ല. നിലവിൽ ഇപ്പോൾ അറബിക്കടലിൽ എല്ലാവരും വലയിടുന്നത് PM-ശ്രീ തപ്പിയിട്ടാണ് എന്നുള്ളതാണ് പരക്കെയുള്ളൊരു സംസാരം. അതില്ലെന്ന് കണ്ട് ബോധ്യപ്പെട്ടിട്ട് ഇപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതൊരു പ്രസംഗത്തിലെ ഒരു ടെക്നിക്കലി ഉള്ള പരാമർശമാണ്. അത് പ്രസംഗം അങ്ങനെ ആ രീതിയിലല്ലേ ഉള്ളൂ, അതൊക്കെ തെരുവിൽ ഉന്നയിക്കേണ്ട വിഷയമാണ്, ഇതൊക്കെയാണ് ഒരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം ചോദിച്ചത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ആ വിഷയം അത്രയധികം രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ചർച്ചയാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് ഒരുപക്ഷെ എതിർപക്ഷത്ത് നിൽക്കുന്ന മുന്നണിയെ ആകെ പ്രതിസന്ധിയിലാക്കുകയും പ്രതിരോധത്തിലാക്കുകയും CPIM-നെയും അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിനെ അടക്കം പ്രതിരോധത്തിലാക്കുകയും ചെയ്ത ഒരു വലിയ രാഷ്ട്രീയ വിഷയമായിരുന്നു അത്. അന്നത് KM ഷാജിക്ക് അത്ര കണ്ട് പ്രാധാന്യത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിഷയമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് പറയുകയാണ് അതത്ര ഇതാണോ, ഞാൻ ഈ പറഞ്ഞതാണോ ഒരു രാഷ്ട്രീയ വിഷയമായി ഉന്നയിക്കേണ്ടത്, അതൊക്കെ തെരുവിൽ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമല്ലേ എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. തെരുവിലിപ്പോൾ തീർച്ചയായും മറ്റു പ്രതിപക്ഷ പാർട്ടികൾ അതിനെ അഡ്രസ്സ് ചെയ്യും. അവരിപ്പോഴും അതിനുള്ള ആദ്യപടിയായി ഇന്ന് പല ആളുകൾ മാധ്യമങ്ങളെ കാണുകയും അതേപ്പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ രാഷ്ട്രീയ വിഷയമായി ഇത് ഉയർത്തുകയും നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസംഗത്തിലെ ശകലങ്ങളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിവധം ഇല്ലാതാക്കുകയും നെഹ്റുവിനെ താഴെ ഇറക്കുകയും ചെയ്യുന്ന ചരിത്രത്തെ വളച്ചൊടിക്കുന്ന വിദ്യാഭ്യാസത്തിൽ കാവ്യവൽക്കരണം കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കുക വഴി ന്യൂനപക്ഷങ്ങളുടെ അടക്കം അവകാശം കവർന്നെടുക്കുന്നത് പോലെയുള്ള കാര്യം, ഇത്രയധികം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നൊരു കാര്യം നടപ്പാക്കരുത്. അത് നടപ്പാക്കുന്ന ഡീലാണ് നിലവിൽ BJP CPIM ഡീലാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇവരെ സൂക്ഷിക്കണം എന്നടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം വീണ്ടും അത് രാഷ്ട്രീയമല്ലാതെ ആകുന്നത് എവിടെ എന്നുള്ളതാണല്ലോ നമ്മൾ ഇനിയും വീണ്ടും ചോദിക്കേണ്ട ഒരു ചോദ്യം. അത് അദ്ദേഹം അതിനെ ഈ പറയുന്നത് പോലെ അതിനെ അങ്ങോട്ട് ലൈറ്റാക്കാനും ന്യായീകരിക്കാനും ഒക്കെ ഒരു അവസരമാക്കി ഇത് ഉപയോഗിച്ച് വാക്കുകൾ പരതുമ്പോൾ പോലും ആ കാര്യം പ്രസക്തമാണ് എന്നുള്ളതിൽ തർക്കമേ ഇല്ല. ഞാൻ നേരത്തെ തന്നെ ഈ അറബിക്കടലിലും ബലവിരിക്കേണ്ട കാര്യമൊക്കെ പറയുമ്പോഴും നിലവിൽ UDF-ലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും അധികം മനസ്സിലാകുന്ന ഒരു കാര്യം എന്നുള്ളത് കൈ നനയാതെ മീൻ പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ PM ശ്രീയിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും വിദഗ്ധനായ ഒരാൾ മാത്രമേ നിലവിൽ UDF-ലുള്ളൂ. അത് മറ്റാരുമല്ല, അത് കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും നമ്മുടെ മുഖ്യമന്ത്രിയായ PD സതീശനാണ് ആ കാര്യത്തിൽ മുന്നിൽ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അദ്ദേഹത്തിനാണ് ആ സ്കില്ല് ഏറ്റവും അധികം ഉള്ളത്. കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ. ഇക്കാര്യത്തിൽ വരുമ്പോൾ PM ശ്രീയുടെ ഫണ്ട് നേടിയെടുക്കാൻ അദ്ദേഹം ഭരണപക്ഷത്തിരിക്കുമ്പോൾ ശ്രമിക്കുന്നു. അത് കൈ നനയാതിരിക്കാൻ ആ കുറ്റം മുഴുവൻ പ്രതിപക്ഷത്തേക്ക് ചാർത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. മറ്റൊന്ന്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹം ഇത് നടപ്പാക്കാതിരിക്കാൻ, അതായത് അന്നും മീൻ പിടിക്കാനുള്ള ശ്രമം എന്ന് പറയുന്നത് ആ മീൻ അന്നത്തെ വോട്ടുകളായിരുന്നു. ഒരു ന്യൂനപക്ഷത്തിൻ്റെ അടക്കം വോട്ടുകൾ പെട്ടിയിലാക്കാൻ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു സുപ്രധാനമായ രാഷ്ട്രീയ വിഷയമായിരുന്നു അന്ന് PM ശ്രീ എന്നുള്ളത്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇങ്ങനെയും ഭരണപക്ഷത്തിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫണ്ട് വേണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഫണ്ട് വേണം എന്ന കാര്യത്തിൽ തർക്കമുണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോൾ അദ്ദേഹം ഉന്നയിച്ചിരുന്ന കാര്യങ്ങൾ ഇത് CPM BJP-യുടെ ഇടനിലയാണ് PM ശ്രീ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇതൊരു RSS അജണ്ടയായിരുന്നു എന്നായിരുന്നു പറഞ്ഞിരുന്നത്. UDF അധികാരത്തിലേറിയാൽ ഇത് നടപ്പാക്കില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതൊക്കെ സമൂഹത്തിന് ഓർമ്മയുണ്ട്. പക്ഷേ UDF-ൽ ഇപ്പോൾ മന്ത്രിസഭയിലടക്കമുള്ളവർക്ക് പലർക്കും അതങ്ങോട്ട് ആ കാര്യത്തിൽ അൽഷിമേഴ്സ് ബാധിച്ചതുപോലെയാണ്, മറക്കുകയാണ് ആ കാര്യങ്ങളൊക്കെ. അതിനവർ ഒരു ക്യാപ്സ്യൂളായി ഇറക്കിയിരിക്കുന്നത് മുൻ സർക്കാർ ഇതിൽ ഒപ്പിട്ടതുകൊണ്ട് അതിനെ മറികടക്കാനുള്ള ശ്രമമാണ്, ഞങ്ങൾ നിർബന്ധിതരാണ് എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷെ അവിടെയുള്ള KSC-ക്കാർക്ക് അത് ഓർമ്മയുണ്ട്. ഇപ്പോൾ അലോഷ്യസ് സേവർ പറഞ്ഞതുപോലെ ഇത് RSS-ൻ്റെ BJP-യുടെ കുഞ്ഞാണ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അവർ അത് കൃത്യമായ നിലപാട് മുൻപും അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊരു കൃത്യമായ നിലപാട് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിരിക്കുമ്പോഴും രണ്ട് നിലപാടല്ല, ഞങ്ങൾക്കൊരു നിലപാടാണ് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. നേരത്തെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ അടക്കം പിന്തുണ ഉള്ള സർക്കാർ കൂടിയാണല്ലോ ഇത്. എന്നിട്ട് അവർ വന്നും പറഞ്ഞു, അവരും ഓർമ്മിപ്പിക്കുന്നുണ്ട്, UDF അധികാരത്തിലെത്തിയാൽ ഇത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ നിലവിൽ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ എല്ലാ ആളുകൾക്കും ഇത് ഓർമ്മയുണ്ട്. ഇക്കാര്യം ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ VD സതീശൻ അടക്കമുള്ള പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും വലിയ തോതിൽ പ്രചാരണം നടത്തി ഇത് നടപ്പാക്കില്ല എന്ന് പറയുന്നത്. ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വന്നും പറഞ്ഞു, എന്തുകൊണ്ട് ഇതുമായി മുന്നോട്ട് പോകുന്നു. പഞ്ചാബിൻ്റെ ഉദാഹരണമാണ് പറഞ്ഞത്. ഒപ്പിട്ടതിന് ശേഷം പിന്മാറിയ ഒരു സംസ്ഥാനമാണല്ലോ പഞ്ചാബ്. പഞ്ചാബിന് എന്തെങ്കിലും സംഭവിച്ചുവോ? ഇല്ല. മറ്റൊന്ന് ഇതിനുമായി വലിയ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടതാണ് തമിഴ്നാട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് എന്തുകൊണ്ട് എന്നത് വ്യക്തമാക്കണം എന്നുള്ളതാണ് ഉള്ളത്. പക്ഷേ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ വീണ്ടും പഴയപടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് മുൻ സർക്കാർ ഒപ്പിട്ട് പണം വാങ്ങി എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിക്കുന്നത് എന്നുള്ളതൊക്കെ വ്യക്തമാണ്. ഫണ്ട് വാങ്ങിയിരിക്കുന്നത് SSK ഫണ്ടാണെന്നും എല്ലാവർക്കും അറിയാം. അതിൻ്റെ രേഖകളൊക്കെ പുറത്തു വന്നതാണ്. ഇത് മരവിപ്പിക്കുവാൻ വാസുകി IAS അയച്ച കത്തും
പൊതുമധ്യത്തിലുണ്ട്. അതിൽ പറയുന്നുണ്ട് ഒരു ഉപസമിതി ഞങ്ങൾ പഠിക്കാൻ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവരെയുള്ള ഒരു കാലയളവിൽ ഇത് താത്കാലികമായി മരവിപ്പിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇതിൻ്റെ MOUയിൽ തന്നെ പറയുന്നത് 1 മാസത്തിനുള്ളിൽ ഇത് ടെർമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്നും പറയുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഞാൻ ഇന്നലെയും അത് സൂചിപ്പിച്ചതാണ്. 16/10 ഇതിൽ 2025 ഇത് ഒപ്പിടുന്നു. 12/11 2025 കൃത്യം 1 മാസത്തിനുള്ളിൽ തന്നെ ഇത് മരവിപ്പിക്കാനും കഴിഞ്ഞ സർക്കാരിനായിട്ടുണ്ട്. അത്രയധികം പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയും ദേവ, അത് തട്ടും മുട്ടും ചെണ്ടയ്ക്കും പട്ടും വളയും ആരാർക്കും എന്ന് പറയും. സത്യത്തിൽ ഈ വിഷയത്തിൽ വരുമ്പോൾ തട്ടുമുട്ടൊക്കെ ആർക്കാണെന്നറിയാം, അത് CPM-നാണ് സംഭവിച്ചത്. അവർ ആ കാലഘട്ടത്തിൽ വലിയ തോതിൽ ഫണ്ട് പിടിച്ചു വെക്കപ്പെട്ടപ്പോൾ അവരതിൽ ചർച്ചയ്ക്ക് പോയതും ഒപ്പിടാൻ പോയതും ഒപ്പിട്ടതും മാത്രമേ ഇവർക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് അങ്ങോട്ട് ചാപ്പകളുടെ ഒരു പെരുമഴയായിരുന്നു. അവരെ രാഷ്ട്രീയമായി സംഘപരിവാറിന് വിധേയപ്പെട്ട് കഴിഞ്ഞു CPIM. വലിയൊരു ഡീലുണ്ട് എന്നുള്ളത് സ്ഥാപിക്കുവാൻ വേണ്ടി ഏറെക്കുറെ സ്ഥാപിച്ചെടുക്കുവാനും അതുവഴി വലിയൊരു വോട്ട് ചോർച്ചയും ആ മുന്നണിക്കുണ്ടായിട്ടുണ്ട്. വലിയൊരു നറേറ്റീവ് സൃഷ്ടിക്കുവാൻ വേണ്ടി പ്രതിപക്ഷം ഇക്കാര്യം ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ നിലവിൽ പട്ടും വളയും വാങ്ങുന്നത് മുഖ്യമന്ത്രി VD സതീശനാണ്. കാരണം അദ്ദേഹം ഭരണപക്ഷത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് ഈസിയായി കുറച്ചുകൂടി കാര്യങ്ങൾ. കാരണം മുൻ സർക്കാർ ഇത് ഒപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇതുമായി മുന്നോട്ട് പോകാനാണ് തോന്നുന്നത്. അല്ലാതെ കഴിഞ്ഞ സർക്കാരും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളും സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസത്തിലെ സ്വയംഭരണാധികാരം ഹനിക്കാത്ത രീതിയിൽ ഇതുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ ശ്രമിക്കുന്നത്. NEP ഇവിടെ നടപ്പാക്കണമെന്ന് നിർബന്ധമില്ല. അത്തരം കാര്യങ്ങൾ കൂടി ഗൗരവമായി പരിഗണിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ അന്നും ആ സർക്കാരും ആവർത്തിച്ച് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്നത് കേട്ടിരുന്നില്ല, മറ്റാരും അത് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നില്ല. കാരണം അതിലും വലിയ പ്രചാരണങ്ങളായിരുന്നു പ്രതിപക്ഷത്തിരുന്ന് ഇപ്പോഴത്തെ ഭരണപക്ഷം നടത്തിയിരുന്നത്. അപ്പോൾ അതും കൂടെ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. വീണ്ടും പറയുകയാണ്, ഒരു സൈറ്റ് ഉണ്ടല്ലോ pmshri.education.gov.in/state. ഇതിൽ കയറി നോക്കിയാൽ ഇത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെയാണ്. അപ്പോൾ ആ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് ഇതുവരെ ഒരു സ്കൂളും അതിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. വിച്ച് മീൻസ് കഴിഞ്ഞ സർക്കാർ ഇതിൻ്റെ തുടർ നീക്കവുമായി അല്ലെങ്കിൽ തുടർ നടപടിയുമായി ഇതുവരെയും മുന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെയാണല്ലോ അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും കഴമ്പില്ല. കുഞ്ഞാലിക്കുട്ടിയെ തന്നെ കഴിഞ്ഞ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത് വലിയ ബഡായി പറഞ്ഞവർ അവരവരുടെ നയത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം എന്നൊക്കെയാണ്. നിലവിൽ അത് ലീഗിനോടും അങ്ങനെയാണ് പറയാനുള്ളത്. കാരണം അവർ ഈ ഘട്ടത്തിൽ വലിയ ബഡായി പോലെ വലിയ കാര്യങ്ങൾ ഇതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ നിലയ്ക്ക് ഒരു സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പിന്നെ അതിനുശേഷം ഭരണത്തിലേറിയിട്ട് ഇപ്പോൾ നിലവിൽ ആ പറഞ്ഞതെല്ലാം വിഴുങ്ങേണ്ടി വരുമ്പോഴും അവരോടും ഈ കാര്യമാണല്ലോ പൊതുസമൂഹത്തിനടക്കം പറയാനുണ്ടാവുക. വലിയ ബഡായി പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങളുടെ വസ്തുത ഇങ്ങനെയാണെന്നിരിക്കെ തന്നെ ഇതുമായി എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് പൊതുസമൂഹത്തിനോട് കൃത്യമായ രീതിയിൽ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി എന്താവും ഈ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കാൻ പോകുന്നത്, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്നത്? എന്തായാലും UDF-ലും അത്ര നല്ല അന്തരീക്ഷമല്ല PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അത്ര നല്ല കാലാവസ്ഥയല്ല എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. ദേവ, തീർച്ചയായും ഷാമിലി, അതായത് ഈ PM ശ്രീയെ മുൻനിർത്തിക്കൊണ്ട് ഇരു മുന്നണികളും സ്വീകരിച്ച രാഷ്ട്രീയ തന്ത്രം അത് തന്നെയാണ് പ്രത്യേകിച്ച് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതായത് കഴിഞ്ഞ സർക്കാരിന്, ഇടതു സർക്കാരിന് PM ശ്രീ നടപ്പാക്കേണ്ടി വന്നതിന് പിന്നിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വലിയൊരു സമ്മർദ്ദം ഉണ്ടായിരുന്നു. അന്ന് SSK ഫണ്ട്, സംസ്ഥാനത്തിന് അർഹതപ്പെട്ട SSK ഫണ്ട് തടഞ്ഞു വെച്ചപ്പോൾ അത് നേടിയെടുക്കുന്നതിനായി അന്നത്തെ ഇടതു സർക്കാർ ഒരു രാഷ്ട്രീയ തന്ത്രമായി PM ശ്രീയിൽ ഒപ്പിടുന്ന ഒരു കാര്യം നിർവഹിച്ചു. അതിനുശേഷം ഷാമിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യം 1 മാസത്തിനുള്ളിൽ തന്നെ അതിനെ കെപ്റ്റ് ഇൻ അബെയൻസ്, അതായത് പദ്ധതി മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു കത്ത് കേന്ദ്ര സർക്കാരിന് വീണ്ടും കൈമാറി. നമുക്കറിയാം PM ശ്രീ പദ്ധതിയുടെ ഒരു കാലാവധി എന്ന് പറയുന്നത് ഇനിയിപ്പോൾ 1 വർഷം കൂടി മാത്രമാണ്. 5 വർഷത്തേക്കാണ് ഈ പദ്ധതി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിന് സംസ്ഥാനം പലപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ അതിൻ്റെ കേന്ദ്രം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളും അപ്പോൾ തന്നെ അവർ RSSന്റെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ മുൻനിർത്തിക്കൊണ്ട് തന്നെ പലതവണ സംസ്ഥാനം ഈ പദ്ധതിയുമായി സഹകരിക്കാതെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്ക് അവകാശപ്പെട്ട ഫണ്ട് വേണമെന്നുള്ളൊരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ആ പദ്ധതിയുമായി അല്ലെങ്കിൽ ആ പദ്ധതിയിൽ ഒപ്പിടുന്ന ഒരു കാര്യത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിട്ടുണ്ടായിരുന്നത്. അന്നത്തെ
ഇടതുപക്ഷ സർക്കാർ എത്തിയിട്ടുണ്ടായിരുന്നത്. അന്ന് ആ രാഷ്ട്രീയ തന്ത്രം പ്രയോഗിച്ചതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തിന് അന്ന് തടഞ്ഞു വെച്ചിരുന്ന SSK ഫണ്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകളും ഇങ്ങനെ തന്നെയായിരുന്നു. ഇത് ഒരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണെന്നായിരുന്നു അന്ന് അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷാമിൽ പറഞ്ഞതുപോലെ തന്നെ അന്ന് വലിയ രീതിയിൽ അത് പ്രതിപക്ഷം അത് വലിയൊരു ആയുധമാക്കി എടുത്തു. പ്രത്യേകിച്ചും RSS അജണ്ട നടപ്പിലാക്കാനായി CPM അതിന് കുടപിടിക്കുന്നു, PM ശ്രീ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കുന്നു. അതിന് പിന്നിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള സംഘടനകൾ കൂടി അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നു. ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിൽ അതിൽ ഭീഷണി അല്ലെങ്കിൽ അവരുടെ ആശങ്ക അറിയിക്കുന്നു. അത്തരത്തിൽ അതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ അന്ന് പ്രതിപക്ഷത്തിന് സാധിച്ചു. അതേ പ്രതിപക്ഷം വീണ്ടും അധികാരത്തിലെത്തിയപ്പോൾ വീണ്ടും ആ രാഷ്ട്രീയ തന്ത്രം മറ്റൊരു രീതിയിൽ പ്രയോഗിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതായത് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാനത്തിന് വീണ്ടും ഈ അർഹതപ്പെട്ട ഫണ്ട് നേടിയെടുക്കണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ PM ശ്രീയുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു പഴി മുൻ സർക്കാരിന്റെ മേൽ ചാരിക്കൊണ്ട് തന്നെ പദ്ധതിയുമായി മുന്നോട്ട് പോകാം. അവിടെയും UDF ഉപയോഗിക്കുന്നതും അതേ രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്, പക്ഷേ മറ്റൊരർത്ഥത്തിലാണെന്ന് മാത്രം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഫണ്ട് നേടിയെടുക്കുകയും വേണം, എന്നാൽ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകുക എന്നുള്ള കാര്യം പരസ്യമായി പറയാൻ കഴിയില്ല. അതുകൊണ്ട് മുൻ സർക്കാർ ഒപ്പിട്ടു, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയാൽ മാത്രമേ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഫണ്ട് ലഭ്യമാക്കാൻ സാധിക്കൂ. ഇതാണ് VD സതീശൻ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ അടവ് നയം എന്ന് തന്നെ പറയേണ്ടി വരും. അത് തന്നെയാണ് നടന്നു വരുന്നതും. ഏതായാലും ഷാബിലി പറഞ്ഞതുപോലെ തന്നെ ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്ന മറ്റൊരു കൗതുകരമായിട്ട് കാര്യം, അന്ന് ഏറ്റവും വലിയ രീതിയിൽ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയത് അന്ന് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് KM ഷാജി അടക്കമുള്ള നേതാക്കൾ അന്ന് PM ശ്രീ അറബിക്കടലിൽ എന്ന് പഴയകാലം മുതൽ നമ്മൾ കേട്ട് പരിചരിച്ചിരുന്ന ആ ഒരു മുദ്രാവാക്യം PM ശ്രീയുടെ കാര്യത്തിലും എടുത്ത് പ്രയോഗിച്ചത്. PM ശ്രീ അറബിക്കടലിൽ നിന്ന് മുദ്രാവാക്യം അദ്ദേഹം പറഞ്ഞു. പക്ഷേ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ആ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം ഉരുണ്ട് കളിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. PM ശ്രീ അന്നൊരു രാഷ്ട്രീയ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിനിടയിൽ പറയുന്ന വാക്കുകളാണ് അവയൊക്കെ തന്നെയും. അതൊന്നും തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ടതില്ല, ഇതാണോ രാഷ്ട്രീയം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹത്തിന് ചോദിക്കേണ്ടി വരുന്നത് തന്നെ ആ ഒരു ജാള്യത അത് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയുള്ള പരമാവധി ശ്രമം എന്ന് തന്നെ പറയേണ്ടി വരും. അക്കാര്യത്തിൽ മുസ്ലിം ലീഗ് വലിയ രീതിയിൽ ഒരു പ്രതിസന്ധിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ലീഗാണ് കൈകാര്യം ചെയ്യുന്നത്. അന്ന് നഖശിതാന്തം PM ശ്രീ പദ്ധതിയെ എതിർത്ത അല്ലെങ്കിൽ അതിന്റെ പേരിൽ വോട്ട് നേടിയ മുസ്ലിം ലീഗ് ഇപ്പോൾ വീണ്ടും പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിൽ പരം ഒരു യൂടേൺ ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പാർട്ടി സ്വീകരിക്കേണ്ടി വരുന്ന ഒരു യൂടേൺ ഇതിൽ പരം വേറൊരു ഉദാഹരണം നമുക്ക് എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ UDF ഉയർന്നിരിക്കുന്ന ഈ ഒരു ഭിന്ന അഭിപ്രായങ്ങളാണ്. UDF ഘടകകക്ഷിയായിട്ടുള്ള RSP പ്രത്യേകിച്ചും NK പ്രേമേന്ദ്രൻ പറയുന്നു, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതാ അല്ലെങ്കിൽ മുന്നോട്ട് പോകേണ്ടതിലെ സാങ്കേതികത്വമല്ല കണ്ടുപിടിക്കേണ്ടത്, പദ്ധതി എങ്ങനെ പിൻവലിക്കാം അതിലെ സാങ്കേതികത്വമാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ പരോക്ഷമായി അദ്ദേഹം പറയുന്നത് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് മുൻപിൽ വെച്ച വാഗ്ദാനത്തിൽ നിന്നും നമ്മൾ പിന്നോട്ട് പോകുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങണമെന്ന് തന്നെയാണ് NK പ്രേമേന്ദ്രൻ മുന്നോട്ട് വെക്കുന്നത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് KSUവിന്റെ അവസ്ഥ തന്നെയാണ്. അന്ന് ഒരുപക്ഷെ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സമര പരമ്പരകളുമായി മുന്നോട്ട് വന്ന വിദ്യാർത്ഥി സംഘടനകളിൽ ഒന്ന് തന്നെയായിരുന്നു KSU എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ അവസാന നാളുകളിൽ വളരെയധികം ശക്തമായിട്ടുള്ള സമരങ്ങളെല്ലാം തന്നെ പൊതുമധ്യത്തിൽ നടത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു KSUവിന്റെ സമരവീര്യം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരുന്നിടത്തു നിന്നും വലിയ രീതിയിൽ പ്രവർത്തകർ ആവേശത്തോടുകൂടി ഈ സമരങ്ങൾക്കെല്ലാം തന്നെ പങ്കെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നെല്ലാം തന്നെ ഈ പ്രധാനമായും അല്ലെങ്കിൽ അന്നത്തെ ഇടത് സർക്കാരിനെ വിമർശിക്കാൻ പ്രധാനമായും KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളും KSU MSF അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ഉപയോഗിച്ച ഒരു കാര്യം തന്നെയായിരുന്നു PM ശ്രീ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ, കുറച്ച് മാസങ്ങൾക്ക് മുൻപ് വരെ സെക്രട്ടേറിയറ്റ് മുന്നിലേക്കും ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കും എല്ലാം തന്നെ പോലീസിന് നേരെ മാർച്ച് നടത്തുകയും പോലീസിന്റെ ഭാഗത്തു നിന്ന് മർദ്ദനം ഏറ്റുവാങ്ങുകയും എല്ലാം ചെയ്തത് ഈ PM ശ്രീ പദ്ധതി സർക്കാർ അല്ലെങ്കിൽ അന്നത്തെ ഇടത് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നു, അതിനെ എതിർത്തുകൊണ്ട് ഞങ്ങൾ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളൊരു സന്ദേശം നൽകാനായിരുന്നു. നേരെ മറിച്ച് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? UDF സർക്കാർ അധികാരത്തിൽ എത്തിയിരിക്കുന്നു. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനായി സർക്കാർ തന്നെ തീരുമാനിക്കുമ്പോൾ അവരുടെ വിദ്യാർത്ഥി സംഘടനയാണ് പറഞ്ഞു വരുന്നത് സമര പരമ്പരകളുമായും നമ്മൾ മുന്നോട്ടിറങ്ങിയത് അല്ലെങ്കിൽ KSU മുന്നോട്ടിറങ്ങിയത് എല്ലാം തന്നെ അവർക്ക് കൃത്യമായി ഓർമ്മയുണ്ട്. പോലീസിന്റെ മർദ്ദനമേറ്റത് എന്തിനാണെന്നുള്ള കാര്യത്തിൽ ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന നടത്തുമെന്നുള്ളൊരു കാര്യം KSU കൂടി മുന്നോട്ട് വെക്കുകയാണ്. ഏതായാലും LDF ഇതിനെ രാഷ്ട്രീയപരമായി ആയുധമാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന മറ്റൊരു കാര്യം. പ്രത്യേകിച്ചും ഇന്നിപ്പോൾ മുതിർന്ന നേതാവ് AK ബാലന്റേതായിക്കോട്ടെ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞതെല്ലാം തന്നെ ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ്. മുൻ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഇക്കാര്യത്തിൽ. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്ന് സർക്കാർ ഒരു രാഷ്ട്രീയ തന്ത്രം സ്വീകരിച്ചു. അതിനുശേഷം അത് പദ്ധതി മരവിപ്പിച്ചു. അതിനുശേഷം ഒരു നടപടിയും, അതായത് പണം കൈപ്പറ്റുന്ന അടക്കമുള്ള അല്ലെങ്കിൽ അന്ന് ഇപ്പോൾ സർക്കാർ അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ പറയുന്ന പോലെ തന്നെ പണം കൈപ്പറ്റി എന്ന് പറയുന്ന അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിഷേധിച്ചുകൊണ്ട് വളരെ വ്യക്തമായി അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള വി ശിവൻകുട്ടി പറയുന്നുണ്ട് PM ശ്രീ പദ്ധതിയുമായി സർക്കാർ യാതൊരു തരത്തിലുള്ള മുന്നോട്ട് പോക്കും നടത്തിയിട്ടില്ല. മാത്രമല്ല ഷാമിലി പറഞ്ഞതുപോലെ തന്നെ സ്കൂളുകൾ ഏതെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അങ്ങനെ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ സംസ്ഥാനം സ്വീകരിച്ചില്ല. അതായത് പദ്ധതിയുമായി യാതൊരു തരത്തിലും സംസ്ഥാനം സഹകരിച്ചിട്ടില്ല. അതൊരു വസ്തുതയെ മുന്നിൽ നിൽക്കെയാണ്
തന്നെയാണ് ഇപ്പോൾ വി ഡി സതീശൻ സർക്കാർ PM-ശ്രീ പദ്ധതിയിൽ സംസ്ഥാന ഭാഗമായി കഴിഞ്ഞു, ഇനിയൊരു പിന്നോട്ട് പോക്ക് സാധ്യമല്ല എന്നൊക്കെയുള്ളൊരു പ്രചരണം പൊതുമധ്യത്തിൽ ഇറക്കുന്നത്. അതായത് എങ്ങനെയാണോ തെരഞ്ഞെടുപ്പിൽ UDF സർക്കാർ ഒരു പ്രതീതി നിർമ്മിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്, അതേ ആയുധം തന്നെ അല്ലെങ്കിൽ അതേ അടവ് തന്നെ വീണ്ടും പയറ്റുന്നു. അതേ ഒരു പ്രതീതി നിർമ്മാണം പൊതുമധ്യത്തിൽ അത്തരമൊരു പ്രതീതി നിർമ്മിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. വീണ്ടും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് LDF-നെ തന്നെയാണ്. അതായത് അന്നത്തെ സർക്കാർ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന LDF-നെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് എങ്ങനെ അതായത് ഏറ്റവും സിമ്പിളായി ഈ PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാം, അത് തന്നെയാണ് UDF സർക്കാർ ഇപ്പോൾ മുന്നോട്ട് സ്വീകരിക്കുന്ന നിലപാടും. ഏതായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ LDF-ന് എന്തായാലും ഇപ്പോൾ കഴിയുന്നുണ്ട്. അതായത് അന്ന് ഈ കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളോട് സംവേദിക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ ആരോപണം എല്ലാം തന്നെ ശക്തമായി ഉയർന്നു നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ ഇടതു സർക്കാർ പറയുന്ന വാദങ്ങൾ ജനങ്ങളിലേക്ക് എത്താൻ ഒരു പ്രയാസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഒരു വലിയ വീഴ്ച അന്ന് LDF-ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി മാറിയിരിക്കുന്നു. എന്താണ് PM-ശ്രീ പദ്ധതിയെന്നും എന്താണ് കേന്ദ്ര സർക്കാർ ഈ സംബന്ധിച്ച് സ്വീകരിച്ച നിലപാടെന്നും SSK ഫണ്ട് എത്ര രൂപയാണ് SSK ഫണ്ട് തടഞ്ഞു വെച്ചതെന്നും PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് ശേഷം ആ സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് തിരികെ വാങ്ങിയെന്നും അതിനുശേഷം പദ്ധതി മരവിപ്പിച്ചുവെന്നും അത്തരമുള്ള എല്ലാ വസ്തുതകളും അതിന്റെ രേഖകൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ LDF സർക്കാരിന് ഇപ്പോൾ കഴിയുന്നുണ്ട്. LDF-ന് ഇപ്പോൾ കഴിയുന്നുണ്ട്. അതായത് അന്ന് സാധിക്കാതിരുന്ന അല്ലെങ്കിൽ അന്ന് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ അന്ന് ജനങ്ങളുമായി പങ്കുവയ്ക്കാൻ കഴിയാതിരുന്ന LDF-ന് ഇപ്പോൾ അത് കഴിയുന്നു. അതുകൊണ്ട് തന്നെ CPIM ഇക്കാര്യത്തിൽ ഒരു സേഫായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. അന്ന് ഈ പദ്ധതി വലിയ എതിർപ്പറിയിച്ച മറ്റൊരു പ്രധാന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് CPI തന്നെയായിരുന്നു. CPI ഇപ്പോഴും ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകരുതെന്നുള്ളൊരു ആവശ്യം ഇന്ന് ഇപ്പോഴത്തെ സർക്കാരിനോട് മുന്നോട്ട് വെക്കുന്നു. അഥവാ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന AF അടക്കം അല്ലെങ്കിൽ AF-ഉം ASF അടക്കമുള്ള CPI-യുടെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ കൂടി ആ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നു. ഏതായാലും സർക്കാരിന് മുന്നിൽ ഇനിയിപ്പോൾ അവശേഷിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തരം വസ്തുതകളെല്ലാം തന്നെ മുന്നിൽ നിൽക്കെ തന്നെ PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോവുക, ആ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഫണ്ട് നേടിയെടുക്കുക. ഇത് തന്നെയാണ് ഇനിയിപ്പോൾ വി ഡി സതീശൻ സർക്കാരിന് മുന്നിൽ നിൽക്കുന്ന ഒരു ഏക പോംവഴി എന്ന് പറയുന്നത്. അത് തന്നെയാണ് K. മുരളീധരന്റെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്യാബിനറ്റ് കൂടി തീരുമാനമെടുത്ത കാര്യമാണ്. മണിക്കൂറുകൾ ഞങ്ങൾ ചർച്ച ചെയ്തു. ഇത് പഠിക്കാനായി ഇപ്പോൾ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ കൂടി തീരുമാനിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ ഉപസമിതി വിശദമായ കാര്യങ്ങൾ പഠിക്കും. അതിനുശേഷം പദ്ധതിയുമായി മുന്നോട്ട് പോവുക എന്നത് മാത്രമായിരിക്കും ഇനിയിപ്പോൾ UDF സർക്കാർ ചെയ്യുക. അപ്പോൾ വരുന്ന ഒരു ചോദ്യം, എങ്ങനെയാണ് ഒരു സർക്കാരിന് തെരഞ്ഞെടുപ്പിന് മുൻപ് സ്വീകരിച്ച ഒരു നിലപാടിൽ കൃത്യമായ ഒരു യൂട്ടേൺ എടുത്തുകൊണ്ട് അധികാരത്തിലെത്തുമ്പോൾ ആ ഒരു നയം സ്വീകരിക്കുക? ഈ ഒരു നയവ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെന്ന് എല്ലാവരുടെയും മുൻപിൽ തെളിവുകൾ മുൻനിർത്തി തന്നെ നിലനിൽക്കെ തന്നെ പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും അത്തരമൊരു നയവ്യതിയാനം UDF-ന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്നും ആത്മവിശ്വാസത്തോടെ UDF സർക്കാരിന് വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നത് എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായും ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകും. അവർക്ക് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിരിക്കുന്നു. PM-ശ്രീ പദ്ധതിയിൽ ഇപ്പോഴത്തെ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്ത്, അതായത് മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ച നിലപാട് എല്ലാം തന്നെ ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇപ്പോൾ ഏതായാലും കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിരിക്കുന്നു. PM-ശ്രീ പദ്ധതിയിൽ മുൻപ് പ്രതിപക്ഷത്തായിരുന്ന UDF സർക്കാർ സ്വീകരിച്ച നിലപാടിൽ നിന്നും ഒരു നയവ്യതിയാനം അവർ നടത്തിയിരിക്കുന്നു. ഇപ്പോൾ PM-ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് UDF സർക്കാരിന്റെ തീരുമാനം. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപും ഒരു നയവും തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിലെത്തി ഭരണത്തിലേറി കഴിഞ്ഞപ്പോൾ മറ്റൊരു നയവും സ്വീകരിക്കുന്നു. ഈ ഒരു ഇരട്ടത്താപ്പ് ജനങ്ങൾക്കെല്ലാം തന്നെ ബോധ്യമായിരിക്കുന്നു. അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ LDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു അവസരം വീണ്ടും കിട്ടിയിരിക്കുന്നു. അത് അവർ വ്യക്തമായി ഉപയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് SFI അടക്കമുള്ള വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഇനിയിപ്പോൾ PM-ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ സമരമായി തെരുവിലേക്ക് ഇറങ്ങാൻ വിദ്യാർത്ഥി സംഘടനകൾ ഒരുക്കമാണെന്നുള്ളൊരു രാഷ്ട്രീയ പ്രസ്താവന അവരുടെ ഭാഗത്ത് നിന്ന് കൂടി വരുന്നതും. ഏതായാലും ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ശാമിലി സൂചിപ്പിച്ചതുപോലെ തന്നെ PM-ശ്രീ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഇനി ഏതൊക്കെ വാദങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഇനിയിപ്പോൾ വി ഡി സതീശൻ സർക്കാർ പ്രതിരോധിക്കുക എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി വരുന്നുണ്ട്. തൽക്കാലം ഇപ്പോൾ അവർ പറയുന്നിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സ്കൂളുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം സർക്കാർ തീരുമാനിക്കും. അത്തരം ക്ലോസുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും PM-ശ്രീ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ളതാണ്. സത്യത്തിൽ അത്തരം ക്ലോസുകളെല്ലാം തന്നെ നേരത്തെ തന്നെ ആ പദ്ധതിയിൽ ഉള്ളതാണ്. മുൻപ് തന്നെ സർക്കാർ ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുമുള്ളത്. അതായത് അന്നത്തെ LDF സർക്കാർ ഇക്കാര്യങ്ങളെല്ലാം അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ ഒരു വാദം പറയുന്നത് ഒരുപക്ഷേ ഈ പദ്ധതി എന്താണെന്നോ അല്ലെങ്കിൽ ഈ വാർത്തകൾ എന്താണെന്നോ ആദ്യമായി കാണുന്ന ഒരു പ്രേക്ഷകനെ ഒരുപക്ഷേ കബളിപ്പിക്കാൻ സാധിച്ചേക്കാം. പക്ഷേ ഇതിന്റെ വസ്തുതകൾ അറിയാവുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ കൃത്യമായി കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പോലും ഇതെന്താണ് വസ്തുത എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലായിട്ടുണ്ട്.
അന്ന് LDF സർക്കാർ സ്വീകരിച്ച അതേ അടവ് തന്ത്രം അല്ലെങ്കിൽ അതേ രാഷ്ട്രീയ തന്ത്രം ഇപ്പോൾ UDF സ്വീകരിക്കുന്നു. അന്ന് LDF സർക്കാർ കേന്ദ്ര സർക്കാരിനെതിരെയാണ് അന്ന് ഒരു രാഷ്ട്രീയ തന്ത്രമായി ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടുന്ന ഒരു തീരുമാനത്തെ കണ്ടിരുന്നതെങ്കിൽ ഇന്ന് UDF സർക്കാർ അത് ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായി ഉപയോഗിക്കുന്നു. അതായത് കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി അന്ന് LDF സർക്കാർ സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ഫണ്ട് വാങ്ങിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ പദ്ധതി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ അതേ UDF സർക്കാർ അന്ന് നിർത്തുന്ന UDF സർക്കാർ അധികാരത്തിലെത്തുന്നു. അതേ രാഷ്ട്രീയ തന്ത്രം ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിന് മേൽ, സംസ്ഥാനത്തുള്ള ഒരു പ്രതിപക്ഷ മുന്നണിക്ക് മേൽ ശേഷം അത് വിശദീകരിക്കുമ്പോൾ വി ശിവൻകുട്ടി, മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് ഇതൊരു തന്ത്രപരമായ നീക്കമാണ്, അത് SSK ഫണ്ട് വാങ്ങിച്ചെടുക്കുവാൻ ഇതിൽ ഒപ്പിട്ടതാണ് എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി VD സതീശനും ഇതൊരു തന്ത്രപരമായ നീക്കമായി തന്നെയാണ് കാണുന്നത്. പക്ഷേ തന്ത്രപരമായ നീക്കം എന്നുള്ളത് മുൻ സർക്കാരിനെ പഴിചാരി ഇതിൽ നിന്ന് അങ്ങ് പിൻവാങ്ങുന്നില്ല, ഇതുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ആ തന്ത്രം എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ നിലവിൽ ഈ ഘട്ടത്തിൽ. PM ശ്രീ വിവാദത്തിൽ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രതിസന്ധി കൂടുതൽ കനക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ PM ശ്രീ നടപ്പാക്കില്ലെന്ന ഇപ്പോഴത്തെ മന്ത്രിമാരടക്കമുള്ള നേതാക്കൾ ജനങ്ങൾക്ക് വാക്ക് നൽകിയതാണ്. എന്നാൽ ഇപ്പോൾ ആ നിലപാടിൽ നിന്നെല്ലാം പിന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. PM ശ്രീയുമായി സഹകരിച്ചാലും കരിക്കുലത്തിലടക്കം മാറ്റം വരുത്തില്ലെന്നാണ് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കുന്നത്. പക്ഷേ സ്വന്തം പാഠ്യപദ്ധതി തുടരണമെന്നതുപോലുള്ള ഉപാധികൾക്ക് വിധേയമായി PM ശ്രീ നടപ്പാക്കാൻ കേന്ദ്രം സമ്മതിക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന സംശയം. NCERT സിലബസ് പിന്തുടരാൻ കേന്ദ്രം നിർബന്ധിച്ചാൽ എന്തു ചെയ്യുമെന്ന ആശങ്കയും നിലവിലുണ്ട്. സംസ്ഥാനം 40% വിഹിതം മുടക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും PM ശ്രീ സ്കൂളുകൾ പൂർണ്ണമായി കേന്ദ്ര നിയന്ത്രണത്തിലാവും. അങ്ങനെ വന്നാൽ സംസ്ഥാന സർക്കാർ എന്ത് നിലപാടാകും സ്വീകരിക്കുക എന്നതിലും വ്യക്തത വന്നിട്ടില്ല. എന്തു തന്നെയായാലും PM ശ്രീയുമായി മുന്നോട്ട് പോകുന്ന UDFന് കാര്യങ്ങൾ അത്ര ശുഭകരമാവില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു.